അപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോയ ടൈമിലാണ് നമ്മുടെ ഡാബ്സി സൗണ്ട് എഞ്ചിനീയർ അടുത്ത് വളരെ മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞുള്ള ഒരു പെർട്ടിക്കുലർ വീഡിയോ ഇറങ്ങിയിട്ട് അത് കുറച്ച് വിവാദമായത്. 4 ആഴ്ച മുമ്പ്, 1 മാസം അല്ലേ, 1 മാസം മുമ്പ് നടന്നതാണ്. അപ്പൊ ഞാൻ വീഡിയോ സാധനങ്ങൾ റെഫറൻസ് ഒക്കെ എടുത്ത് നോക്കി, എന്താ വിഷയം നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് കണ്ടു. ഓക്കെ, ഇന്ന് ഞാൻ നോക്കുമ്പോൾ കുറെ ഫേസ്ബുക്ക് പേജുകളിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂസേഴ്സ് കുറെ പേര് അന്ന് നടന്ന ആ ഇൻസിഡന്റിന്റെ കംപ്ലീറ്റ് വീഡിയോ പറഞ്ഞിട്ട് രണ്ടാമതും ഡബ്സിന്റെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ വേർഷൻ, ഒരു കംപ്ലീറ്റ് വേർഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റേ ചെറിയൊരു പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ ഫുൾ വേർഷൻ നമുക്ക് ഇപ്പൊ ഒന്ന് കാണാം. ഡൗൺ ചെയ്ത് മേക്ക് ഇറ്റ് ഹൈ ബ്രോ. ആരാണ് സൗണ്ട് കുറച്ച്? യു ഡോണ്ട് വാണ്ട് ഇത് വോളിയം ലോ ആക്കി ഞാൻ എന്റെ സൗണ്ട് കുറക്കണോ? ഞാൻ എന്റെ പിച്ച് കുറക്കണോ? പിന്നെ ഞാൻ എന്തിനാ ഈ മൈക്ക് പിടിച്ചിട്ട് സൗണ്ട് ചെക്ക് ചെയ്യണേ? ടെൽ മി, ഗിവ് മി ദ റീപ്ലൈ ബ്രോ. അവിടുന്നല്ല, ഏത് മിഡിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു DB-യിൽ പണിയെടുക്കുമ്പോ ആ DB എനിക്ക് തരാം. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു റിഡ്യൂസ് ദ വോളിയം. You don't have. Then you fuck with that mic man. You just do the act. You sound check ചെയ്തോ? Sound check ചെയ്യിപ്പിച്ചോട്ടാ, നിന്നെ കിട്ടൂല. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ എന്നാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത പേജുകളോ അല്ലെങ്കിൽ വ്യക്തികളൊക്കെ പറയുന്നത്. അപ്പോൾ ഡാബ്സിയുടെ ഈ ഒരു പെർട്ടിക്കുലർ സൗണ്ട് ചെക്ക് ചെയ്യുന്ന ടൈമിൽ ആ സൗണ്ട് കുറഞ്ഞു പോയി അല്ലെങ്കിൽ കുറച്ചു എന്നുള്ളതാണ് ഡാബ്സി വിഷയമായിട്ട് പറയുന്നത്. ആക്ച്വലി സൗണ്ട് ചെക്കിന്റെ ടൈമിൽ ഇപ്പൊ ഡാബ്സിന്റെ ഇവന്റുകൾക്ക് പോയവർക്ക് അറിയാം, ഡാബ്സി ലൈവായിട്ട് നിന്നിട്ട് അവിടെ നിന്ന് പാടുന്നതല്ല. ബാക്ക്ഗ്രൗണ്ടില് ഡാബ്സി അതെ ഡാബ്സി ഈ സാധനങ്ങളോ അല്ലെങ്കിൽ ലൈക്ക് അതേ കൊടുക്കാറുള്ളൂ. അതായത് അവർക്ക് അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. കാരണം ഓൾറെഡി പ്രീ റെക്കോർഡഡ് ആയിട്ട് അവർ ചെയ്തു വെച്ചൊരു വർക്ക്. ലൈക്ക് റാപ്പേഴ്സ് അങ്ങനെയാണ്, അവർ അതിനിടയിൽ ഇട്ടിട്ട് പോവാറേ ഉള്ളൂ സംഗതി. ഓക്കെ, അപ്പൊ അവരുടെ മൂഡ് പോലെ ക്രൗഡിനെ എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിൽ ഓരോരോ സാധനങ്ങൾ ഇതൊക്കെയാണ് നമ്മളെ ഡാബ്സിന്റെ ഒരു സാധനം. അപ്പൊ അത് ഇട്ടിട്ട് പോകാറേ ഉള്ളൂ. പിന്നെ സൗണ്ട് ചെക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്സ് ആവുന്നത് പറ്റങ്ങോട്ട് എന്താ പറയാ, ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട് പാടിയിട്ട് പോവുകയാണെങ്കിലും നാട്ടുകാർക്ക് അത് പറ്റ അരോചകമായിട്ട് തോന്നും. അതല്ലാതെ വന്നിട്ട് സൗണ്ട് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവര് ബാക്കിലിരുന്ന ട്രാക്കും ഇവർ പറയുന്നു കേൾക്കണം, ഇടയിൽ കാര്യങ്ങൾ പറയുന്നത് കൂടി കേൾക്കണം. ട്രാക്ക് മാത്രമായി പോകാനും പാടില്ല. പിന്നെ ഇടയ്ക്ക് പാടും ചെയ്യും, ഇടയ്ക്ക് ട്രാക്കിന്റെ കൂട്ടത്തിൽ പാടും ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടാവും സൗണ്ട് ചെക്ക് ചെയ്യുന്നത്. പക്ഷെ സൗണ്ട് ചെക്ക് ചെയ്ത സമയത്ത് ഇത് കുറഞ്ഞു പോയി. സൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഇത് കുറച്ചതാണോ കുറഞ്ഞതാണോ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല ആക്ച്വലി, അല്ലേ? സൗണ്ട് എഞ്ചിനീയറിന്റെ ഒരു സൗണ്ട് ചെക്ക് ചെയ്യാണ്. ഞാൻ അത് ലൈവില് സംഭവിച്ചതല്ല, ചെക്ക് ചെയ്യാണ്. പെട്ടെന്ന് ആ സൗണ്ട് പാടുന്നതിന്റെ ഇടയിൽ കുറഞ്ഞു പോയി. അപ്പൊ അത് ആരോട് ചോദിച്ചിട്ട് കുറച്ചു, ഞാനാണ് ഇവിടെ സൗണ്ട് ചെക്ക് ചെയ്യണമെന്നാണ് ഡബ്സി പറഞ്ഞത്. ഡബ്സി അവിടുന്ന് പ്രൊവോക്ഡ് ആവാണ്. ഇതിപ്പോ ലൈവ് അല്ല, ഇതിപ്പോ ക്രൗഡ് ഉള്ള സമയവും അല്ല. സൗണ്ട് ചെക്കിന്റെ ടൈമിൽ ഒരു സെക്കൻഡാണ് അത് കുറഞ്ഞു പോയത്. അതിന് ഡബ്സി ഇത്രത്തോളം പ്രൊവോക്ക് ആവേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് അത് ആസ് എൻ ആർട്ടിസ്റ്റ് അയാളുടെ മെന്റൽ സ്റ്റേറ്റും അയാളുടെ ഒരു പെർഫോമൻസ് ടൈമും അയാളുടെ ഒരു മൈൻഡ് സെറ്റും ആണ്. മാറുന്ന വെച്ചിട്ടായിരിക്കും അപ്പോഴും തോന്നിയുള്ള ഒരു കാര്യം ഇത് സൗണ്ട് ചെക്ക് ചെയ്യാന്നുള്ളതാണ്, ലൈവ് അല്ല എന്നുള്ളതാണ്. അതെ അതെ, ഞാനും അതാ പറയുന്നത്. അതായത് ആ സൗണ്ട് ചെക്കിന്റെ ടൈമിൽ ഓക്കെ അത് സംഭവിച്ചു, പക്ഷെ മൂഡ് മാറാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നെറ്റ്സിൽ ആരെങ്കിലും നമുക്ക് ബോൾ ചെയ്ത് തരുമ്പോൾ 6 ബോൾ ചെയ്യുമ്പോൾ ഒരു വൈഡ് എറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചിലപ്പോൾ മൈൻഡ് ഔട്ട് ആവും. കാരണം ആ ബോൾ നമ്മൾ കളിക്കേണ്ട ബോൾ അപ്പുറത്തോ ഇപ്പുറത്തോ എറിയുമ്പോൾ നമ്മളെ മൈൻഡ് സെറ്റ് മാറും. അതെ, നമ്മള് ഡബ്സിന്റെ ഭാഗത്ത് ചിന്തിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്റെ ടൈമാണ്, എനിക്ക് സൗണ്ട് ചെക്ക് ചെയ്യേണ്ട ടൈമാണ്, ആ ടൈമിൽ അവർ ഇങ്ങനെ കാണിച്ചു, അതൊരു പ്രൊഫഷണലിസം അല്ല എന്ന് ചിലപ്പോൾ തോന്നിയിട്ടോ അല്ലെങ്കിൽ ഡബ്സിയെ മനഃപൂർവ്വം എന്താ പറയാ അവഹേളിക്കാൻ വേണ്ടി ചെയ്ത പോലെ വേണമെങ്കിൽ ഡബ്സിക്ക് തോന്നാം. അതുകൊണ്ട് ഡബ്സി പറഞ്ഞതായിരിക്കാം. പക്ഷേ ആ ടൈമിൽ ആ സ്പേസിൽ അത്രയും ആളുകൾ നിൽക്കുമ്പോൾ ഡബ്സി ആ ഒരു വ്യക്തിൻ്റെ അടുത്ത് കാര്യം കൺവേ ചെയ്തത് വളരെ മോശമായിട്ടുള്ള രീതിയാണ്
കരിയറിൽ ഏറ്റവും പീക്കിലേക്ക് പോകുന്ന സമയമാണ്. സൗത്ത് പോ നല്ല അടിപൊളിയായിട്ട് പോകുന്ന ടൈമാണ്. ഡബ്സി ആണെങ്കിൽ ബാബിജി ആണെങ്കിൽ എല്ലാവരാണെങ്കിലും. സോ ടഫ് കോമ്പറ്റീഷൻ എല്ലാവരും, നിങ്ങൾ തമ്മിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനത്തെയൊക്കെ ടൈമിൽ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ ഓബിയസ്ലി അറിയാലോ, ഇങ്ങനത്തെ റാപ്പേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ കയറി വരുന്ന ആളുകളുടെ എന്തെങ്കിലും ഒരു സംഗതി കിട്ടാൻ നിൽക്കുകയായിരിക്കും, വലിച്ചു കയറി എടുത്ത് പേസ്റ്റ് ഒട്ടിച്ച് വിടാൻ വേണ്ടി ഇഷ്ടം പോലെ വരും. കാരണം എന്താ പറയാ, ഇടയ്ക്ക് നമ്മൾ താഴേക്ക് നോക്കുന്നത് മാത്രമല്ല, നമ്മൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതും ഒന്നുകൂടി ഒരു ബെറ്റർ വേ ആണെങ്കിൽ ഗുഡ് എന്നേ പറയാനുള്ളൂ. ഇപ്പൊ അവർ അങ്ങനെ താന്നു പോകുമ്പോ സൗണ്ട് എഞ്ചിനീയറോട് എന്താ മോനെ ചെയ്തത്, അത് മതി അല്ലാതെ എനിക്കൊന്നുമില്ല, മനഃപൂർവ്വം അത് ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല. അപ്പൊ അത് എനിക്ക് തോന്നിയത് ഡബ്സി പറഞ്ഞത് ഇവരെത്ര ടെൻഷനിലാണ് വർക്ക് ചെയ്യേണ്ട ഈ സൗണ്ട് എഞ്ചിനീയേഴ്സ്. ഇങ്ങനെ വലിയ ആർട്ടിസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അവരതും കൂടെ അല്ലേ ഫംഗ്ഷൻ, അത് കൊളാക്കാൻ ആരെയും നോക്കും. അല്ല ആരാണെങ്കിലും ഇപ്പൊ സൗണ്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ പുതിയ ആളൊന്നും ആവില്ലല്ലോ. അയാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും, അയാൾക്കും കൃത്യമായിട്ട് അറിയാം എന്ത് എപ്പോ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അയാൾക്കും അറിയുമായിരിക്കും. മുന്നേ ചിലപ്പോൾ ഈ ഒരു ഫീൽഡിൽ വന്ന ആളൊക്കെ ആയിരിക്കണം ചിലപ്പോൾ. അതായത് സൗണ്ട് എഞ്ചിനീയറുടെ ഒരു ഓഡിയോ കൂടി ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഡെഫിനറ്റ്ലി ഡബ്സി ആ സാധനം ഡീൽ ചെയ്തത് എനിക്ക് ഒട്ടും അത് കൺവിൻസിങ് അല്ല. അത് വളരെ മോശം പരിപാടിയാണ്. കാരണം അങ്ങനെയല്ല ആ വ്യക്തിനോടോ അല്ലെങ്കിൽ ആ ഒരു ആക്ട് അവിടെ ഡബ്സി ചെയ്യേണ്ടിയിരുന്നത്. അത് വളരെ റോങ് സാധനമാണ്. കൂട്ടാൻ പറഞ്ഞാലും മതിയല്ലോ, ഷൗട്ട് വിത്ത് ദ മൈക്ക് എന്നൊക്കെ പറയുമ്പോ അത് ഭയങ്കര മോശം പരിപാടിയാണ്. കരിയർ ഞാൻ പറഞ്ഞു, കരിയറിന്റെ പീക്കിലേക്ക് പോകും തോറും ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾ ആ സൗണ്ട് എഞ്ചിനീയർ ഫീൽഡിനെ അയാളെ ഇൻസൾട്ട് ചെയ്യണ പോലെയല്ലേ. ഇനി ബാക്കി ആ സൗണ്ട് എഞ്ചിനീയറുടെ ആ ഒരു ഓഡിയോ ഉണ്ടായിരുന്നു. ഇത് ഇപ്പം ഈ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോയിൽ ഡബ്സിയായിട്ട് ഉടക്ക് പിടിക്കുന്നത് ഞാൻ തന്നെയാണ് അത് വർക്ക് ചെയ്തത്. ഞാനായിട്ടാണ് ആ ഉടക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. ഡബ്സി വന്നത് തന്നെ അടിച്ച് ഫിറ്റായിട്ടാണ് വന്നത്. എന്തൊക്കെയോ സാധനം വലിച്ചു കയറ്റിയിട്ടാണ് വന്നത്. അപ്പോൾ വന്ന് അവിടെയുള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം അണ്ടർഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളൊക്കെ അതാണ് ചെറിയ ആർട്ടിസ്റ്റുകളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വിഷയം ഉണ്ടാക്കി അവിടെ. അങ്ങനെ വൻ വിഷയം ഉണ്ടായി. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മുടെ ഒരു ബെൽപാക്കൊക്കെ ആയിട്ട് അവരിങ്ങനെ പോയി. അത് കഴിഞ്ഞത് തിരിച്ചു കൊണ്ടെത്തുന്നു. അപ്പം മൈക്കും ബെൽപാക്കൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അത്ര. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് DJ പ്ലെയറിൻ്റെ ഔട്ട് ഡിസ്ട്രോട്ടഡ് ആയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ബൂത്തിൽ DJ പ്ലേ ചെയ്തുകൊണ്ടിരുന്നവനോട് പറഞ്ഞു, ട്രാക്ക് പ്ലേ ചെയ്തുകൊണ്ടിരുന്നവനോട് പറഞ്ഞു, ബ്രോ ഡിസ്ട്രോട്ടഡ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രാക്കിൻ്റെ ലെവൽ കളിച്ചു. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം പുള്ളി പാടുന്നില്ല, ജസ്റ്റ് ആകെ തെറി പറയാനും ഒച്ചപ്പാടുണ്ടാക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് മൈക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാക്ക് വലിച്ചപ്പോൾ പുള്ളി പാടുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കോൺഫിഡൻസ് പോയി. അപ്പോൾ അത് നേരെ എൻ്റെ നേരെ തിരിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറേ നേരം ഞാൻ അതിന് ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന് കേട്ടോണ്ടിരുന്നു. ലാസ്റ്റ് സൈ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് പാടുന്നുണ്ടെ പാട്, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അങ്ങനെ ഡബ്സി ഇറങ്ങിപ്പോയി. ഇതാണ് സംഭവം. 16 കൊല്ലമായിട്ടാണോ ഈ ഫീൽഡിൽ? ഒരുപാട് നല്ല ഷോകൾ ചെയ്തിട്ടുണ്ട്. ഇത് ഷൂട്ടിന്റെ അനുഭവം ആദ്യമായിട്ടാണ്. ഇതിനു മുന്നേ നമ്മൾ ഒത്തിരി ഷോ ചെയ്തിട്ടുണ്ട് ഇവരുടെ കൂടെ. അതൊന്നും ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇതിപ്പം എന്തോ അവിടെ വന്ന ആർട്ടിസ്റ്റുകളായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലാണോ അതെയോ കഴിഞ്ഞ സൈറ്റില് ബെൽപാക്ക് മിസ്സായത് ചോദിച്ചതിന്റെ ഇഷ്യൂ തീർത്തതാണോ അതൊന്നും അറിഞ്ഞൂടാ. ഇതിനു മുന്നേ ട്രിവാൻഡ്രത്തൊരു ഫെസ്റ്റിവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്യണ എല്ലാം വലിയ വലിയ ഷോസ് ആണ്. റഹ്മാൻ ഷോയ്ക്ക് വിഷ്വൽ ചെയ്യണതെല്ലാം നമ്മളാണ്, ാണ്. അങ്ങനെ വലിയ വലിയ ഷോസ് എല്ലാം ചെയ്യണം. അത്യാവശ്യം വലിയ വലിയ ഷോസ് ചെയ്യണ എല്ലാം നമ്മൾ തന്നെ. ഓക്കെ, ആ സൗണ്ട് എഞ്ചിനീയറിന്റെ ഭാഗത്ത് നിന്നുള്ളത് കേട്ടില്ല. അതായത് അയാൾക്കത് ആ ഒരു DJ ഡിസ്ട്രോട്ടഡ് ആയിട്ട് തോന്നി, അയാളത് വലിച്ചു. അയാളും ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, അയാളത് വലിക്കാൻ പറഞ്ഞത്. അതെ, അത് മാത്രമല്ല അയാളത് വലിച്ച ടൈമില് ഓക്കെ അതന്നെയായിരിക്കണോ അതിന്റെ റീസൺ. ഡബ്സിന്റെ കോൺഫിഡൻസ് അപ്പൊ അവിടെ പോയപ്പോ പിന്നെ ആരുടെയെങ്കിലും ഇപ്പൊ അതിന്റെ മുമ്പുണ്ടായ സംഭവങ്ങൾ ഈ വലിച്ചു കയറ്റി അടിച്ചു കയറ്റി എന്നുള്ള സാധനങ്ങളൊക്കെ ഒരാൾക്കെതിരെ പറയാൻ വളരെ സുഖമാണ്. ലൈക്ക് പബ്ലിക്കിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഒരു കോളിൽ വന്നിട്ടോ അവൻ അങ്ങനെ വന്നു, അടിച്ചിട്ട് വലിച്ചിട്ട് വന്നു എന്നുള്ളതൊക്കെ പറയാൻ സുഖമാണ്. ഞാൻ പറയുമ്പോൾ മാക്സിമം അങ്ങനത്തെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം അതൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ കരിയർ തകർക്കാൻ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. ഓക്കെ, അത് ഈ പറഞ്ഞ പ്രത്യക്ഷത്തിൽ ഇനി ഇങ്ങനെ ആണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് വേറെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാന്നല്ലാതെ അവൻ അടിച്ചിട്ട് വന്നു വലിച്ചിട്ട് വന്നു എന്നുള്ളതൊക്കെ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തിങ്. അതിനോട് എനിക്ക് പറയുന്നതിനോടോ വെക്കുന്നതിനോടോ ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഒരാളെക്കുറിച്ച് നമുക്ക് കംപ്ലീറ്റ്ലി അറിയാതെയോ അല്ലെങ്കിൽ അയാൾ അങ്ങനത്തെ ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് കംപ്ലീറ്റ്ലി നമ്മളതിലൊരു പ്രൂഫില്ലാതെയോ നമ്മളത് വന്ന് വിളിച്ച് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കേസല്ല. ബട്ട് ഡബ്സി വാട്ട് എവർ റീസൺ അവിടെ നിന്നുകൊണ്ട് ഇപ്പം അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്.
ജസ്റ്റ് എ പോയിന്റ് ഓഫ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നിങ്ങൾക്ക് അത് കുറഞ്ഞു പോയതുകൊണ്ട് നിങ്ങളെ കോൺഫിഡൻസ് ഡൗൺ ആയതുകൊണ്ട് നിങ്ങൾ ഓടിക്കേറി വേറെ എന്തെങ്കിലും ഒരു റീസൺ മനസ്സിൽ വെച്ചിട്ട് ഇത്ര അയാളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ഇല്ലാതെ ആവല്ലേ ആ ഒരു സൗണ്ട് എഞ്ചിനീയർ. അയാളെ കോൺഫിഡൻസ് ഇല്ലാതാവുന്നേക്കാൾ കൂടുതൽ ഡബ്സി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു അറഗൻസ് ആളുകളിലേക്ക് വേറെ രീതിയിലെത്തും. അത് നമ്മുടെ കരിയറിൽ നല്ല കേസാണ്. നിങ്ങൾ ഇനി എത്ര നല്ല പാട്ട് പാടിയാലും എത്ര നല്ല പാട്ട് ഡെലിവർ ചെയ്താലും ഇപ്പോൾ ഞാനൊക്കെ 24/7 കാറിൽ പോകുമ്പോൾ ഇലുമിനാറ്റിയും കേട്ടുകൊണ്ട് പോകുന്ന ഒരാളാണ്. ബട്ട് നമുക്ക് ചില ടൈമിൽ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ തന്നെ ഇൻഡസ്ട്രി കണ്ടിട്ടുണ്ട്, നല്ല കിടിലം പാട്ടുകാരായിരിക്കും, അടിപൊളി ടാലന്റ് ആയിരിക്കും, പക്ഷെ അല്ല എല്ലാവരും, പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിലെ അറഗൻസ് എന്ന് പറയുന്നത് ഒട്ടും ആളുകൾക്ക് യോജിക്കാൻ പറ്റാത്തതായിരിക്കും. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈറ്റിലേക്ക് പോകുമ്പോൾ അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് പോകുക എന്നുള്ളതാണ് കരിയർ നമുക്ക് ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ല പരിപാടി. സോ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് എന്ത് കിട്ടും, ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, നമ്മുടെ അത് ആക്സെപ്റ്റൻസി കൂടും. ഇത് ഇല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചു കാലം തിളങ്ങി നിന്ന് കുറച്ച് കഴിഞ്ഞാൽ താഴെ പോകും, ആ സ്കീമിലേക്ക് പോകും. അത് വരാതിരിക്കുക, ചെയ്യാതിരിക്കുക, ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുമ്പോൾ ബി ഇൻ യുവർ ലിമിറ്റ്സ്. എല്ലായിടത്തും മൊബൈൽ പറഞ്ഞ സാധനം ഉണ്ടെന്ന് ഓർക്കുക. അല്ലെങ്കിൽ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും എന്ത് വേണം, ഒരു കാര്യം, കൃത്യമായ ഒരു കാര്യം വേണം. എനിക്ക് തോന്നുന്നു ഇതിനു ശേഷം ഡബ്സി അങ്ങനെ വന്നിട്ട് കാര്യമായിട്ട് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. മൈൻഡ് അടിച്ചില്ല ഡബ്സി. പറയുകയാണെങ്കിൽ നമ്മൾ വന്ന വഴി എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. ഡബ്സി അത് ആലോചിച്ചിട്ടില്ല, ഡബ്സി അതിനെ കുറിച്ച് ഒന്നും പറയുന്നുമില്ല. ഡബ്സി അത് ആ ഒരു മൈൻഡിൽ എടുത്തിട്ട് വിട്ടു എന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ റാപ്പേഴ്സ്, റാപ്പ് സോങ്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്രിയേറ്റേഴ്സ്, അത് പാടുന്നവർ, അവർക്ക് എപ്പോഴും ആ ഒരു സാധനം ഉള്ളതുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ നോക്കണ്ട, ഏതൊരു ഭാഷയിൽ നിങ്ങൾ എടുത്തു നോക്കിയാലും റാപ്പ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഈ അഹങ്കാരം, യോ, ജോ, ജാട, സാദരം, തെറിവിളി, ഇതൊക്കെ ഉള്ള കേസാണ്. പക്ഷെ ഇതൊരു ആവശ്യമില്ലാത്ത പരിപാടിക്കാണ് ആ സൗണ്ട് എഞ്ചിനീയർ തെറി വിളിച്ചതെന്നുള്ളതാണ് എനിക്ക് ഫീലായത്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഞാൻ പറഞ്ഞു, സാധാരണ ഇപ്പോൾ ഭയങ്കരമായിട്ട് മലയാളം ഇൻഡസ്ട്രീനെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുക ഇവർ കുറച്ച് ആളുകൾ. ഏതെങ്കിലും പടം ഹിറ്റാവാൻ ഇവരുടെ ഒരു സോങ് മതി എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ. അതേപോലെ പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞത്, കൺട്രോൾ യുവർ ആങ്കർ, അറഗൻസ്, കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള റീസൺ വേണം അല്ലേ. ഒരു റീസൺ ഉണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദിസ്, ഓർ എൽസ് ഇത് ജസ്റ്റ് ചുമ്മാ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഡൗൺ ആയി അത് ആരുടെയും മേത്ത് തീർക്കണം എന്നുള്ള രീതിയിൽ തീർത്തിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി റോങ് തിങ്. ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ചിന്ത ഉണ്ടാവണം, നമ്മൾ മലയാളികളാണ്, എപ്പോ വേണമെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവും. സോ ഇതിനോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഡബ്സിയെ ഇഷ്ടമാണ്, ഡബ്സിയുടെ പാട്ടുകൾ ഇഷ്ടമാണ്, പക്ഷേ ഈ കൈൻഡ് ഓഫ് ആക്ടിനോട് ഒട്ടും താല്പര്യമില്ല. ഇത് സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല.